നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ നാട് കാണാൻ ഇറങ്ങി. കാണാതായി ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ആമ്പല്ലൂരിൽ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും 9 വയസ്സുകാരികളായ 2 കൂട്ടുകാരികളാണ് ബസ്സിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് അവസാനം ആമ്പല്ലൂരിൽ എത്തിയത്. സ്കൂൾ വിട്ട സമയത്ത് സ്കൂൾ ബസ്സിൽ കയറാതെ പ്രൈവറ്റ് ബസ്സിൽ കയറി നാട് ചുറ്റാൻ ഇറങ്ങിയത്. പിന്നീട് ആമ്പല്ലൂരിൽ ഇറങ്ങി പോളിടെക്നിക്കിന് സമീപമുള്ള ഓട്ടോപേട്ടയിൽ എത്തുകയായിരുന്നു. ഇവിടെ നിന്നും കോക്കാടൻ ജെയിംസിന്റെ ഓട്ടോയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. എങ്കിലും സ്ഥലത്ത് കൊണ്ടു ചെന്നാക്കാമെന്ന് ഏറ്റ ജെയ്സൺ. ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ടാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന സ്കൂൾ ID കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിളിച്ച് വിവരമറിയിച്ചു. പിന്നീട് ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുനിന്ന രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിച്ചു. ഇതിനിടെ വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അളവപ്പുന്നർ സ്വദേശിയായ കോക്കാടൻ ജെയിംസ് എന്ന ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ കുട്ടികളെ സുരക്ഷിതരായി രക്ഷിതാക്കൾക്കൊപ്പം എത്തിക്കാൻ കഴിഞ്ഞു. ഇവിടെ പേട്ടയില് വന്നിട്ട് 2 പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന് ആമ്പല്ലൂര് ഇറങ്ങി നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു കല്യാണത്തിന് പോണെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിന്റെ അവിടേക്ക് പോയി. ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് 3 വീട്ടിൽ കയറി. ഇവര് വീടൊന്നും അല്ലാന്ന് കണ്ടപ്പോ ഞാൻ പേട്ടയിലേക്ക് തന്നെ കൊണ്ടുവന്ന് പേട്ടയിൽ നിന്ന് ഒരു സുഹൃത്തിനും കൂട്ടി നന്ദിക്കര സ്കൂളിൽ വന്നപ്പോ അവിടെ നന്ദിക്കര പോലീസിന് കൊടുത്തു. ആൾക്കാർക്കും കൂടി അവിടെ അവരെ കൊടുത്തു. ഇവിടുന്ന് ഒരു വേണമെന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ടുപോയിണ്ടായിരുന്നു. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തന്നെയാണ്. ആള് ചാടി അവരോട് ഇനി ചാടി പോയാലും മേടിച്ചിട്ടാണ് അവരെ കൂടി കൊണ്ടുപോയി. അങ്ങനെ എന്തെങ്കിലും കൂടി കൊണ്ടുപോയി ഓടണ വണ്ടിയിൽ നിന്ന് ചാടി പോന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്.